എല്ലാവർക്കും നമസ്കാരം. എന്റെ കോളീഗ്സ് എല്ലാവരും കഴിഞ്ഞ 12 ദിവസമായിട്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഈ മീറ്റപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ എം സോ പ്രൗഡ് ടു ജോയിൻ ആസ് എ ഗസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. പ്ലസ് IRAയുടെ എല്ലാ ഒഫീഷ്യൽസിനും നമ്മുടെ സ്വസ്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഒരു സ്പെഷ്യൽ താങ്ക്സും ഒരു അപ്രിസിയേഷനും. അറ്റ് ദ സെയിം ടൈം ഫ്രം ഹിയർ എന്ത് ആവശ്യങ്ങൾക്കും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് എന്നുള്ള ഒരു വേർഡും കൂടി തരാനായിട്ട് ഈ മൊമെന്റ് ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒഫീഷ്യലി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സും ഇതിന്റെ ബാക്കി ആൾക്കാരെല്ലാവരും ഉള്ളപ്പോഴും ഒരു 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 പേഴ്സണൽ ടോക്ക് ആയിരിക്കും ഒരു പക്ഷെ നല്ലതെന്ന് തോന്നുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ ടോക്ക്. എന്നെ സംബന്ധിച്ച് പിങ്ക് എന്ന് പറയുന്ന കളർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ പലപ്പോഴും നമുക്ക് ഏറ്റവും സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ പിങ്ക് മന്ത് എന്ന് പറയുന്ന ഈ ഒരു 12 days ട്രാവലിലാണ് സത്യത്തിൽ പിങ്ക് മന്തിന്റെ ഒരു വേറൊരു ഡയമെൻഷനിലേക്ക് നമ്മളെല്ലാവരും എത്തുന്നത്, എസ്പെഷ്യലി ഞാൻ എത്തുന്നത്. എനിക്ക് ഒരു 4 ജനറേഷനിലുള്ള ആൾക്കാർ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അമ്മ, വൈഫും കുട്ടികളൊക്കെ ആയിട്ട്. അപ്പം ഐ നോ ദ ഡിഫറൻസ്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള സ്ത്രീകളെ, പെൺകുട്ടികളെ റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഡെയിലി ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു മൂമെന്റ് സ്വസ്തിയും അതുപോലെ IRAയും ചെയ്യുന്നതിൽ. ഇന്നലെ എൻ്റെ വൈഫും ഇതുപോലെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിരുന്നു, ഈ ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ. ടച്ച്വുഡ് എന്തായാലും എല്ലാം സന്തോഷമായി. എനിക്ക് തോന്നുന്നു അമ്മ ഒരുപാട് കാര്യങ്ങൾ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഒരു പുതിയ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള ഒരു നെക്സ്റ്റ് ലെവൽ മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു അസോസിയേഷൻസിനെ കാണുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചുറ്റിലുമുള്ള മുഴുവൻ സ്ത്രീകളെ ഏറ്റവും ഭംഗിയാക്കി വെക്കാൻ, ആരോഗ്യത്തോടെ വെക്കാൻ ഈ മൂവ്മെന്റിന് കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പലപ്പോഴും നമ്മൾ നല്ലൊരു ഫുഡ് കഴിച്ചാൽ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ട സർക്കിളിൽ, ഏറ്റവും പ്രൈമറി സർക്കിളിലേക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. നല്ലൊരു ഷോപ്പ് ചെയ്താൽ നമ്മൾ ആ ഷോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ചോ സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് മുതൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സർക്കിളിൽ അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യാവുന്ന സർക്കിളുകളിൽ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലായി പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ലാസ്റ്റ് 12 days എന്നെ ടീച്ച് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കലാകാരന് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ, എന്റർടൈൻമെന്റിന് അപ്പുറത്തേക്ക് ഒരു സമൂഹത്തിനോടുള്ള കടപ്പാടെന്ന നിലയിൽ ആ ഉത്തരവാദിത്തം എനിക്ക് ഓർപ്പിച്ചു തന്നതിന് സ്വസ്തിക്കും IRAയോടും എൻ്റെ ഒരു സ്പെഷ്യൽ സന്തോഷം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷൻ അപ്പുറത്തേക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ഇതിന്റെ പ്രിയപ്പെട്ടവർ, ഇതിന്റെ ടീം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത് സമൂഹത്തിന് വേണ്ടി നമ്മളൊക്കെ എല്ലാവരും കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് കാണുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പെക്റ്റ് ആണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയട്ടെ. ഈ 30 days പ്ലാൻ കഴിഞ്ഞാലും ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ പ്രൊജക്ട്സുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റും ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരുപക്ഷെ മൈ സർക്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളെ ആരോഗ്യവതികളായി വെക്കാൻ നമുക്കൊരു വലിയ എഫേർട്ട് എടുക്കാം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളിലൂടെയും കൂടി കഴിയട്ടെ. അമ്മ എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ മെമ്പേഴ്സിന് പുറത്തേക്ക് എടുക്കുന്ന ഒരുപക്ഷെ ഈ കമ്മിറ്റിയുടെ ആദ്യത്തെ എഫേർട്ടാണത്. അതില് ഒരുപാട് അപ്രിസിയേഷൻ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട്. ഞങ്ങളുടെ ഓൾമോസ്റ്റ് 50% ഞങ്ങൾക്ക് സ്ത്രീകളാണ് ഞങ്ങളുടെ മെമ്പേഴ്സ്. പലപ്പോഴും ഈ ആരോഗ്യത്തെ കുറിച്ച് സ്ത്രീകൾ പൊതുവെ കുറച്ച് അവര് മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ കൺസേൺ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ലൊക്കേഷൻസിലൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ഏറ്റവും കൂടുതൽ ഇടപെടുകയും അവരുടെ ആരോഗ്യപരമായ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകളും അമ്മമാരും ഒക്കെയാണ്. പക്ഷെ അവരുടെ കാര്യം പലപ്പോഴും ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ അവർക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ നമുക്ക് ഇനിയും അതൊരു ഉത്തരവാദിത്തമായി അത് നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ഈ വെബിനാറിൽ 13th day ഏറ്റവും നല്ല ഡിസ്കഷൻസ് ആവട്ടെ. ഇന്നിവിടെ എനിക്ക് ശേഷം സംസാരിക്കുന്ന എല്ലാ ഒഫീഷ്യൽസിനും ഏറ്റവും ഗംഭീരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളുടെ വാക്കുകൾ ഒരു വലിയ ചർച്ചയായി നമ്മുടെ സമൂഹത്തിലെ
മുമ്പോട്ടുള്ള യാത്രകൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ചുറ്റും ആരോഗ്യമുള്ള സ്ത്രീകൾ ഉണ്ടാവട്ടെ, ആരോഗ്യമുള്ള അമ്മമാരുണ്ടാവട്ടെ, ആരോഗ്യമുള്ള പെൺകുട്ടികൾ ഉണ്ടാവട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നൽകാം.